വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തെ ദർശിച്ച് ഭയചകിതനായി ഭഗവാനോട് ഈ ഉഗ്രരൂപിയായ അങ്ങ് ആരാണ് എന്നും ഈ ഉഗ്രരൂപത്തിന് കാരണം എന്താണ് എന്നും വിനയത്തോടെ ചോദിക്കുന്നു. ഭഗവാന്റെ ഉത്തരങ്ങൾ നമുക്ക് കേൾക്കാം. ഈ എപ്പിസോഡിലൂടെ 11-ാം അധ്യായത്തിലെ 32 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ അർത്ഥസഹിതം നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ പറയുന്നു: ഹേ അർജുന, ഞാൻ കാലസ്വരൂപനാണ്. ലോകങ്ങളെ സംഹരിക്കാനാണ് ഞാൻ തയ്യാറായിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഈ പുണ്യഭൂമിയുടെ, അതായത് കുരുക്ഷേത്രത്തിൻ്റെ പാവന സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യുന്ന എല്ലാവരെയും ഞാൻ വകവരുത്തും. നീ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ദുഷ്ടന്മാർ നശിക്കും. അതിനാൽ അർജുന, നീ ഉണർന്ന് യുദ്ധം ചെയ്ത് ശത്രുക്കളെ നശിപ്പിച്ച് ഐശ്വര്യസമൃദ്ധമായ രാജ്യം അനുഭവിക്കൂ. ഞാൻ ശത്രു സൈന്യത്തെ നശിപ്പിച്ചു കഴിഞ്ഞു. നീ അമ്പും വില്ലുമെടുത്ത് യുദ്ധം ചെയ്യുക എന്ന കർമ്മം മാത്രം നീ ചെയ്താൽ മതി. നീ നിമിത്തം മാത്രമാണ് അർജുന, എന്ന് വെച്ചാൽ നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. അർജുന, നീ വിജയിച്ച് കീർത്തി നേടിയാലും എന്ന് ഭഗവാൻ പറയുന്നു. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഹൃദേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രത്യനീകേഷു യോധാ തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവേദേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹേ അർജുന, ശ്രേഷ്ഠരായ ദ്രോണർ, ഭീഷ്മർ, കർണൻ, ജയദ്രഥൻ മുതലായ വീരന്മാരെ ഒക്കെ ഞാൻ കൊന്നു കഴിഞ്ഞു. നീ അസ്ത്രമെയ്ത് അവരെ വീഴ്ത്തിയാലും നീ നിമിത്തം മാത്രമാണ് അർജുന. നീ വ്യസനിക്കുകയേ വേണ്ട. യുദ്ധം ചെയ്ത് വിജയം കൈവരിക്കൂ. ഇവിടെ സഞ്ജയൻ ഭഗവാനും അർജുനനും തമ്മിലുള്ള സംഭാഷണങ്ങളെ ധൃതരാഷ്ട്ര രാജാവിന് വിവരിച്ചു കൊടുക്കുകയാണ്. അർജുനൻ തുടരുന്നു: ഹേ ഋഷികേശ, അങ്ങയുടെ കീർത്തികൾ കൊണ്ട് ലോകം സന്തോഷിച്ച് സുഖിക്കുന്നു. രക്ഷസുകൾ എന്ന് വെച്ചാൽ പാപവാസനകളുള്ളവർ ഓടിമറയുന്നു. സിദ്ധന്മാർ, അതായത് സദ്വിചാരങ്ങളുള്ളവർ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങ് ആദികാരണനും നാശരഹിതനുമായ പരമ്പൊരുളാണ്. പുരാണ പുരുഷനുമാണ് അങ്ങ്. ഈ വിശ്വത്തിൻ്റെ ആശ്രയസ്ഥാനം അങ്ങാണ്. അനന്തരൂപനായ ഭഗവാനെ, അങ്ങാണ് അറിവും അറിയുന്നവനും അറിയപ്പെടേണ്ടവനും. എന്ന് വെച്ചാൽ അങ്ങല്ലാതെ ജഗത്തിലൊന്നുമില്ല. വായുവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും സൂര്യനും പ്രപിതാമഹനും എല്ലാം അങ്ങ് തന്നെയാണ്. വിശ്വം മുഴുവനും അങ്ങ് നിറഞ്ഞിരിക്കുന്നു. ഭഗവാനെ, അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ഇവിടെ അർജുനൻ കൂടുതൽ അറിവും പക്വതയും ലഭിച്ച് ആത്മമഹിമ അറിഞ്ഞ് സംസാരിക്കുന്നു. ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. അനന്തരൂപനായി അങ്ങ് വിശ്വം നിറഞ്ഞിരിക്കുന്നു. ഭഗവാനെ, അനന്തവീര്യനും അതിവിക്രമനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ഈ മഹിമ അറിയാതെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കൂട്ടുകാരനാണെന്ന് വിചാരിച്ച് സ്വാതന്ത്ര്യത്തിൽ അങ്ങയോട് അലക്ഷ്യമായി ഹേ കൃഷ്ണ, യാദവ, സഖേ എന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നെ ക്ഷമിക്കണേ, പൊറുക്കണേ. ഈ ലോകത്തിൻ്റെ പിതാവും ഗുരുവും സർവകാരണനുമായ അങ്ങ്, പിതാവ് പുത്രൻ്റെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ അപരാധം പൊറുക്കുന്നത് പോലെ സ്നേഹിതനായ എൻ്റെ അപരാധം പൊറുക്കണേ എന്ന് ദണ്ഡ നമസ്കാരം ചെയ്ത് ക്ഷമയാചിക്കുന്നു.
നമഃ പുരസ്വാദപൃഷ്ടത്തസ്തേ നമോസ്തു തേ സർവത്ര ഏവ സർവാം അനന്തവീര്യാമിതവിക്രമസ്ത്വം സർവം സമാപ്നോഷി തദോസി സർവാം അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്യാ ഭയേന ച പ്രവൃദിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസാം. ഹേ ഭഗവാനെ, അങ്ങ് പ്രസാദിക്കണേ. വിശ്വരൂപം കണ്ട് പേടിച്ച് വിറച്ചിരിക്കുന്ന എനിക്ക് ശംഖചക്രഗദാപത്മം ധരിച്ച് ചതുർബാഹുവായി ദർശനം തരണേ, എൻ്റെ ഭയം അകറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ പറയുന്നു, അർജുന, എൻ്റെ പരമോത്കൃഷ്ടമായ വിശ്വരൂപം നിൻ്റെ ഭക്തി കണ്ട് പ്രസന്നനായി ഞാൻ നിനക്ക് കാണിച്ചു തന്നു. തേജോമയവും അനന്തവും ആദിമൂലവുമായ ഈ രൂപം നീ അല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല. മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. ഹേ അർജുന, ഈ രൂപം തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ കാണാനാവില്ല. എൻ്റെ ഘോരരൂപം കണ്ട് നീ പേടിക്കണ്ട, എൻ്റെ സൗമ്യരൂപം കണ്ടാലും എന്ന് പറഞ്ഞ ഭഗവാൻ മഹാവിഷ്ണു സ്വരൂപം അർജുനന് ചതുർബാഹുവായി കാണിച്ചു കൊടുക്കുന്നു. അർജുന, എൻ്റെ സൗമ്യരൂപം തന്നെ വിശ്വം നിറഞ്ഞ വിശ്വരൂപം. ഇത് നീ മനസ്സിലാക്കിയാലും അനന്യഭക്തി കൊണ്ട് മാത്രമേ ഈശ്വര മാഹാത്മ്യം അറിയാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. ഈശ്വരനിൽ തന്നെ മനസ്സുറപ്പിക്കുക, അതാണ് ഭക്തിമാർഗം എന്ന് പറഞ്ഞ ഭഗവാൻ മാനുഷരൂപം, അതായത് പാർത്ഥസാരഥി രൂപം സ്വീകരിച്ച് അർജുനന് മുമ്പിൽ ദർശനം കൊടുക്കുന്നു. ഇവിടെ 11-ാം അധ്യായത്തിൽ ഭഗവാന്റെ ഉപദേശങ്ങൾ പൂർണ്ണമാകുന്നു. നമുക്കും ഭക്തിഭാവം വളർത്താൻ ശ്രമിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.